1000 കുറ്റങ്ങൾ പറഞ്ഞ് നിന്നെ തളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിന്റെ മനസ്സിൽ ആത്മവിശ്വാസവും ശക്തിയും കരുതലും നിന്റെ കൂടെ ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വ്യക്തി അതുണ്ടോ, നിന്റെ കോൺഫിഡൻസ് ഉണ്ടോ? ജീവിതത്തിൽ രക്ഷപ്പെടണം വെറും മൂന്ന് കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി. 3 കാര്യങ്ങൾ മാത്രം. സ്വന്തം മനസ്സിനെ വിശ്വസിക്കുക. സ്വന്തം മനസ്സിനെ വിശ്വസിക്കുക. നീ ആരാണെന്ന്, നീ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നതെന്ന് സ്വന്തം വിശ്വസിക്കുക. ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, നിന്നെക്കൊണ്ട് ആരൊക്കെ എന്തൊക്കെ കുറ്റങ്ങളായിക്കോട്ടെ, അടിച്ചമർത്തലായിക്കോട്ടെ, നിന്നെക്കൊണ്ട് എന്ത് വിമർശനങ്ങളായി പറഞ്ഞോട്ടെ, അതൊന്നും നിൻ്റെ ഈ ചെവിയിലൂടെ കേട്ടിട്ട് ഈ ചെവിയിലൂടെ വിട്ട് കളയുക. നല്ല കാര്യങ്ങൾ നല്ലതായിട്ട് തന്നെ വെക്കുക. നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, അവൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ കുറവുകൾ, കുടുംബത്തിൽ കുറ്റങ്ങൾ, സൊസൈറ്റി എന്ത് പറയും എന്ന് വിചാരിച്ച് ജീവിക്കുന്നത് മാറ്റിവെക്കുക. മനസ്സിലുള്ള അമിത ചിന്തകൾ, ഓവർ തിങ്ക്, നെഗറ്റീവ്, സ്ട്രെസ്സ്, ഫിയർ എടുത്ത് കളയുക. മനസ്സിൽ പ്രധാനമായിട്ടുണ്ടാകുന്ന നിൻ്റെ ഏറ്റവും വലിയ ചില സമയത്ത് പാസ്റ്റിലുണ്ടായിരുന്ന ഒരുപാട് നിന്നെ പിടിച്ച് ഉലക്കുന്നതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കോട്ടെ, അതിനെയൊക്കെ വൺ ബൈ ആയിട്ട് നീ ഒരു നോട്ട് ബുക്കിൽ ഫുള്ളായിട്ട് അങ്ങ് എഴുതി വെക്കൂ. വൺ ബൈ ആയിട്ട് ഫുൾ എഴുതി വെക്കൂ. എഴുതി വെച്ച ആ പേപ്പർ നിൻ്റെ വീടിൻ്റെ പുറത്ത് പോയിട്ട് നീ കത്തിച്ച് കളാം. അന്നും തുടങ്ങി നിൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. താജ്മഹൽ പണിയണമെങ്കിൽ അത് ഒറ്റ ദിവസം കൊണ്ട് പണിയെടുത്ത് തീരാൻ പറ്റിയ ഒരു വ്യവസ്ഥയല്ല ഒരു താജ്മഹൽ പണിയുക എന്നത്. ഒരു താജ്മഹൽ പണിയണമെങ്കിൽ അത് ഫസ്റ്റ് ഒരു കല്ലെടുത്ത് വെച്ചിട്ട് അത് കല്ലിൻ്റെ മുകളിൽ പണിത് അത് കാലങ്ങളോളം വളർന്ന് വലുത് ഒരുപാട് പേരുടെ എഫേർട്ടും കാര്യങ്ങളും കൊണ്ട് മാത്രമാണ് താജ്മഹൽ പണിത് ഉയർന്നു വരുന്നത്. അതേപോലെ ആയിരിക്കണം നിൻ്റെ ലക്ഷ്യങ്ങളും. കാരണം വെച്ചാൽ നിൻ്റെ ലക്ഷ്യങ്ങൾ, ഓരോ ലക്ഷ്യങ്ങളും നിൻ്റെ മനസ്സിൽ ആവർത്തിച്ച് നീ പറയുക. നിൻ്റെ മനസ്സിലുള്ള ഓരോ ലക്ഷ്യങ്ങളും പോസിറ്റീവായിട്ട് നിൻ്റെ കൈകളിലേക്ക് എത്തിച്ചേരും. അത് എന്ത് തന്നെയായിക്കോട്ടെ. നിന്നെക്കൊണ്ട് സൊസൈറ്റി ഒന്നിനും കൊള്ളില്ല, നീ പോടാ, നീ ഇവിടെ വാടാ, നിന്നെക്കൊണ്ട് ഒന്നും പറ്റില്ല, നീ എൻ്റെ കൂട്ടത്തിൽ വേണ്ട, ഇറങ്ങിപ്പോട്, നീ എന്തിനിവിടെ വന്ന്, നീ കുടുംബത്തിൽ നിൽക്കാൻ പറ്റില്ല, നീ എന്തിനിവിടെ വന്ന്, നിനക്ക് എന്ത് സ്ഥാനം ഇവിടെ. ആ പറഞ്ഞ അവരുടെ മുമ്പിലൊക്കെ അവർ കിളി പാർന്ന രീതിയിൽ ജയിച്ച് കാണിച്ചു കൊടുക്കാൻ നിനക്കും നിൻ്റെ വീട്ടുകാർക്കും കഴിയും. 1000 പേർ നിന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ കൂടെ ഒരു വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ അത് ആ വ്യക്തി മതി ജീവിതത്തിൽ രക്ഷപ്പെടാൻ. 1000 വ്യക്തികൾ നിന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞ് നിന്നെ സൊസൈറ്റീൻ്റെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും നാണം കെടുത്തി നിന്നെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് നീ രക്ഷപ്പെട്ടു. ആ സമയത്ത് നിൻ്റെ കൂടെ കൈപിടിച്ചുയർത്തുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയാണ് നിൻ്റെ യഥാർത്ഥ ഹീറോ, യഥാർത്ഥ നമ്പർ 1 ഹീറോ. നിൻ്റെ യഥാർത്ഥ നമ്പർ വൺ ഹീറോ നിൻ്റെ ഹീറോ അതാണ്. ദൈവം പല രീതിയിലും പല മനുഷ്യരുടെ മുമ്പിലെത്തും. പക്ഷേങ്കിൽ നിൻ്റെ മനസ്സ് ശുദ്ധമായിരിക്കണമെങ്കിൽ നീയും വിചാരിക്കണം. നിൻ്റെ മനസ്സ് ശുദ്ധമായിരുന്നു കഴിഞ്ഞാൽ നിനക്ക് വേണ്ടതെല്ലാം ഈ പ്രപഞ്ചം നിൻ്റെ കൈകളിലേക്ക് എത്തിച്ചു. നീ പറയുന്നുണ്ടല്ലോ നിനക്കതിന് സാധിക്കില്ല, ഇതിന് സാധിക്കില്ല, എനിക്ക് അവിടെ പോകാൻ ഭയം, എനിക്ക് ഇവിടെ പോകാൻ ഭയം, എനിക്കല്ലെങ്കിൽ അത് ചെയ്യാൻ ഭയം, എനിക്ക് ഇത് ചെയ്യാൻ ഭയം. ഫസ്റ്റ് നിൻ്റെ ശരീരത്തിനുള്ളിലുള്ള അടിഞ്ഞു കൂടിയിരിക്കുന്ന ഈ സൊസൈറ്റി എന്ത് പറയും, നാട്ടുകാർ എന്ത് പറയും, ഞാൻ ഇങ്ങനെ അവിടെ പോയിട്ട് അത് സംസാരിച്ച് കഴിഞ്ഞാൽ എന്ത് പറയുന്നുള്ള ആ തെറ്റായ ചിന്തകൾ ഫസ്റ്റ് എടുത്ത് മാറ്റും നിൻ്റെ മനസ്സിൽ. നിനക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നല്ല കാര്യങ്ങളായിക്കോട്ടെ, അത് മൊത്തം നീ ചെയ്യുക, നീ വിജയിക്കും. അല്ലാതെ നീ പറയുന്ന കാര്യങ്ങൾ സൊസൈറ്റി, അയൽക്കാർ, വീട്ടുകാർ, നാട്ടുകാർ, കുടുംബക്കാർ, അവർ പുറത്തുള്ളവർ എന്ത് പറയുമെന്ന് വിചാരിച്ച് ജീവിക്കുന്നതിനേക്കാട്ട് നല്ലത് പറയാൻ പാടില്ല. നിനക്ക് ജീവിക്കണം ആഗ്രഹമുണ്ടെങ്കിൽ, നല്ല പോലെ ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നിൻ്റെ കയ്യിലൊരു കുറ്റം കണ്ടുപിടിക്കും. ആ കുറ്റത്തിൽ ഈ താജ്മഹൽ പണിയുമ്പോൾ ഫസ്റ്റ് ഒരു കല്ല് വെക്കൂലേ, അതേപോലെയാണ്. ഒരു ചെറിയ കുറ്റം അത് വലിയ കുറ്റം 4 ആളെടുത്ത് പറയുമ്പോൾ അതാ 10 ഇരട്ടി. 1000 കുറ്റങ്ങൾ പറഞ്ഞ് നിന്നെ തളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിൻ്റെ മനസ്സിൽ ആത്മവിശ്വാസവും ശക്തിയും കരുതലും നിൻ്റെ കൂടെ ഒരു വ്യക്തിയാണെങ്കിൽ ഒരു വ്യക്തി അതുണ്ടോ, നിൻ്റെ കോൺഫിഡൻസ് ഉണ്ടോ? ബുദ്ധമതം അതാണ് പറഞ്ഞത്, ബുദ്ധൻ കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നീ ആരെ മുമ്പിൽ തോൽക്കില്ല.
നിൻ്റെ മനസ്സിൽ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ ആ മുറിവുകൾ മൊത്തം നീ ഒരു നോട്ട് ബുക്കിൽ, വരയില്ലാതെ നോട്ട് ബുക്കോ വരയുടെ നോട്ട് ബുക്കോ ഒരു 10-20 രൂപയുടെ നോട്ട് ബുക്ക് വാങ്ങിയിട്ട് നിൻ്റെ മനസ്സിലുള്ള വിഷമങ്ങൾ മൊത്തം നീ എഴുതി വെക്ക്. 1 by 1 ആയിട്ട് എഴുതി വെച്ചിട്ട് അതൊന്നെങ്കിൽ കീറി കളഞ്ഞ് പറത്തിക്കളാ, ഈ പ്രപഞ്ചത്തിലൂടെ പറത്തിക്കളാ. അന്ന് തുടങ്ങും നിൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ മനസ്സിലാക്കും നിൻ്റെ ആഗ്രഹങ്ങൾ. ഇന്ന് നിനക്കൊരു 50 ലക്ഷം വേണമെന്ന് പറഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് സാധിച്ചെടുക്കുന്ന ഒരു സംഭവമല്ല. ഒരു താജ്മഹൽ പണിയാൻ ഒരു നിമിഷം കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. ഒരു വീട് പണിയാണെങ്കിൽ ഒരു നിമിഷം കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ എങ്കിൽ ഫസ്റ്റ് കല്ല്, അടിത്തറ, അത് ഇന്ന് ഈ നിമിഷം, നാളെ എന്നുള്ള ചിന്ത ഉണ്ടാകാൻ പാടില്ല. ഇന്ന് ഈ നിമിഷം, ഈ സമയത്ത് നിന്നെക്കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുമോ ആ സമയത്ത് ചെയ്തു പോവുക. ആ സമയത്ത് ചെയ്യുക. നാളാന്നുള്ളൊരു സംസാരമില്ല. ഈ സമയത്ത് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യുക. നല്ല കാര്യം മാത്രം ചെയ്യുക. ഓക്കെ. ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ സൊസൈറ്റിയെ നോക്കരുത്, ആൾക്കാരുകൾ എന്ത് പറയുമെന്ന് വെച്ചിട്ട് നോക്കാൻ പാടില്ല. സ്വന്തം സെൽഫ് ഫസ്റ്റ് അവനെ വിശ്വസിക്കുക, എന്നിട്ടില്ലേ വേറെ. ഓക്കെ, ബൈ.